നമസ്കാരം, ഇറ്റ്സ് മീ സ്വപ്ന. പഠിച്ചാലും പാസ്സാകും, പഠിച്ചില്ലെങ്കിലും പാസ്സാകും. ഇതാണ് ഇപ്പോഴത്തെ മിക്ക കുട്ടികളുടെയും ചിന്ത. സത്യമല്ലേ? ഇതിൻ്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഓരോ വീടുകളിൽ കയറി ചെന്നാൽ മനസ്സിലാകും അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് എന്നുള്ളത്. എങ്കിൽ പിന്നെ മിക്ക കുട്ടികൾക്കൊരു ധാരണയുണ്ട്, സ്കൂളിൽ പോയാൽ മതി, അങ്ങ് പരീക്ഷ എഴുതാം, പാസ്സാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചുരുക്കം ചില കുട്ടികളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ള കുട്ടികൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. എങ്കിൽ പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോ, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവത്തില്ല. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാനും പറ്റത്തില്ല. അതായത് ഈ ഓൾ പാസ് എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി പഠിച്ചിട്ട് തന്നെ കുട്ടികൾ പോയാൽ മതി, ഇല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ വാർഷിക പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞിട്ട് കുട്ടികൾ പാസ്സാവാതെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെ കൊണ്ട് അത് കുറച്ചുകൂടി ഒന്ന് പഠിപ്പിച്ചിട്ട് എക്സാം എഴുതിക്കുക. ആ എക്സാം എഴുതിയിട്ടും പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും അതേ ക്ലാസ്സിലങ്ങ് ഇരിക്കുക. അതേ ക്ലാസ്സിൽ ഇരുത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം എത്രമാത്രം ഉണ്ട് എന്നും അതെങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു ധാരണ അധ്യാപകർക്കും അതേപോലെ രക്ഷിതാക്കൾക്കും ഉണ്ടാകും. അതുവഴി കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കും എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ഉദ്യമത്തിന് പിന്നിലുണ്ട്. എന്തായാലും ഇത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയായാലും ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കേണ്ടി വന്നാൽ പോലും കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായി നൽകിയതിന് ശേഷം മാത്രമേ സ്കൂളുകളിൽ നിന്ന് പറഞ്ഞു വിടൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വരുന്ന അധ്യയന വർഷത്തിൽ 8ാം ക്ലാസ്സിൽ ഈ ഓൾ പാസ് എന്നുള്ള സംവിധാനം നടപ്പിലാക്കും എന്ന ആ ഒരു തീരുമാനത്തിനോട് KSTയും അതേപോലെ ഇടതുപക്ഷ സംഘടനയൊക്കെ വല്ലാണ്ടെങ്കിൽ എതിർക്കുന്നുണ്ട്. അവരെന്തിനാണ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ ഒരു തീരുമാനം വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തായാലും 2 അക്ഷരം പഠിച്ചിട്ട് തന്നെ സ്കൂളിൽ പുറത്ത് ഇറങ്ങുമല്ലോ. സത്യമല്ലേ? എന്തായാലും ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ.